രണ്ടാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയ ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ലെസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു ലെസൺ മുഴുവനായിട്ടും എന്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി നേരിട്ട് വരുന്ന ഭീഷണികളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? ഓക്കെ, നമുക്കറിയാം ഈ രണ്ടാമത്തെ ബ്ലോക്ക് മുഴുവനും നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് അല്ലെ. സോ അപ്പൊ ഇടയിൽ നിന്നും ഈ രണ്ടാമത്തെ യൂണിറ്റിന്റെ ഇടയിൽ നിന്നും നിങ്ങൾ ക്ലാസ് കാണരുത്. രണ്ടാമത്തെ ബ്ലോക്കിന്റെ ആദ്യത്തെ യൂണിറ്റ് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുവരണം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ, അതായത് ബയോഡൈവേഴ്സിറ്റി നേരിടുന്ന ആദ്യത്തെ ഭീഷണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? ഹാബിറ്റേറ്റ് ലോസ് എന്ന് പറയും. ഓക്കെ, അതായത് ആവാസ വ്യവസ്ഥയുടെ അത് നശിക്കുക, ലോസ്. ഓക്കെ, ആവാസ വ്യവസ്ഥ നശിക്കുക എന്ന് പറയും. ആവാസ വ്യവസ്ഥ നശിക്കുന്നതിലൂടെ അത് ആദ്യം തന്നെ അതിന്റെ ഒരു പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് എവിടെയാണ്? ബയോഡൈവേഴ്സിറ്റിയിലാണ്. മനസ്സിലായല്ലോ? അതായത് ആക്ച്വലി ഒരു അനിമലിന് അതിന്റെ വീട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ തുടങ്ങും? പതിയെ തന്നെ അതിന്റെ എണ്ണം, അല്ലെങ്കിൽ ആ സ്പീഷീസിന്റെ, ആ അനിമൽ സ്പീഷീസിന്റെ എണ്ണം പതിയെ കുറഞ്ഞു തന്നെ വരും അല്ലെ. കുറഞ്ഞു തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഹാബിറ്റേറ്റ് ലോസ് അഥവാ ആവാസ വ്യവസ്ഥ നശിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഇന്ന് നേരിട്ട് വരുന്ന വളരെ വലിയൊരു ഭീഷണിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, രണ്ടാമത് നോക്കാം. പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്. എന്താണ് ഈ പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്? വേട്ടയാടുക, അതായത് വന്യമൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറയുന്നത് അല്ലെ. എത്ര പെട്ടെന്നാണ് ഒരു അനിമൽ സ്പീഷീസ്, അതായത് ആവശ്യത്തിൽ കൂടുതലുള്ള വേട്ടയാടലാണ് ഇവിടെ പ്രശ്നമായി വരുന്നത്. മനസ്സിലായല്ലോ? ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ വേട്ടയാടുമ്പോ ഏകദേശം ആ ഒരു സ്പീഷീസ് തന്നെ എന്തായി വരികയാണ്? നശിക്കുകയല്ലേ, പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, ആണ്. സോ അത്തരത്തിൽ അതും ബയോഡൈവേഴ്സിറ്റി നേരിട്ട് വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ. അതെ, തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത ഒരു ഭീഷണി നോക്കാം. ബയോഡൈവേഴ്സിറ്റി നേരിട്ട് വരുന്ന മറ്റൊരു ഭീഷണിയാണ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ഈ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചെന്നെത്തുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ തന്നെയാണ്. ഈ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും അവസാനം ആപത്ത് വരുത്തുന്ന ഒന്നാണ് അല്ലെ. വന്യമൃഗത്തിനായിക്കോട്ടെ മനുഷ്യർക്കായിക്കോട്ടെ അവസാനം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് രണ്ടുപേർക്കും അതെന്താണ്? അത് പ്രശ്നമേ ഉണ്ടാക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം ഈ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളുടെ കുറച്ച് കോൺസിക്വൻസസ് എന്താന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്തിന് കാരണമാകും? വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റിന്റെ ഡിസ്ട്രക്ഷൻ എന്താണ്? നശിപ്പിക്കപ്പെടുന്നു. വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ് പൂർണ്ണമായിട്ടും നശിക്കാൻ ഇത് കാരണമാകുന്നു. രണ്ടാമത്തെ നോക്കാം. ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞല്ലോ അല്ലെ, മനുഷ്യനും മൃഗത്തിനും ഒരുപോലെ പ്രശ്നമേ, നെഗറ്റീവ് ഇമ്പാക്ട് ഇത് ഉണ്ടാക്കത്തുള്ളൂ. സോ രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് ഇഞ്ചുറി ആൻഡ് ലോസ് ഓഫ് ലൈഫ് അല്ലെ. ഒന്നല്ലെങ്കിൽ ഇഞ്ചുറി, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുക രണ്ടു കൂട്ടർക്കും. മനസ്സിലായല്ലോ? മൂന്നാമത് നോക്കാം ക്രോപ്പ് ഡാമേജ് അല്ലെ. നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ എന്താകും? നശിച്ചു പോകും. പിന്നെ നോക്കാം ഡാമേജ് ടു ഹ്യൂമൻ പ്രോപ്പർട്ടി അല്ലെ. മനുഷ്യന്റെ പ്രോപ്പർട്ടിക്ക് എന്താണ്? ഡാമേജ് വരുത്തുന്നു. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഹ്യൂമൻ പ്രോപ്പർട്ടിക്കും എന്തായി വരുന്നുണ്ട്? പറഞ്ഞ പോലെ ഭീഷണിയായി വരുന്നുണ്ട്. മനസ്സിലായല്ലോ? സോ ഇത്രയും പ്രശ്നങ്ങളാണ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് റിസൾട്ട് ചെയ്യുന്നത് അല്ലെ. സോ ഭയങ്കര
ഇതെന്താണ്, വൈൽഡ് ആനിമൽസിനെ ആയിക്കോട്ടെ മാനിനെ ആയിക്കോട്ടെ രണ്ടുപേർക്കും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവാം. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് തന്നെയാണ് ത്രെട്ടൻഡ് സ്പീഷീസ്. എന്താണ് ഈ ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത്? അതായത് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെയാണ്, അതായത് അനിമൽ സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നു? ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതായത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ചിലതൊക്കെ ഉണ്ടല്ലോ, ചില സ്പീഷീസ് നശിച്ചു പോയിട്ടുണ്ട് അല്ലെ, ചില സ്പീഷീസ് ഇതിപ്പോ നശിക്കും എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട് അല്ലെ, ഫ്യൂച്ചറിൽ നശിക്കാനിരിക്കുന്ന കുറച്ച് സ്പീഷീസുകൾ ഉണ്ട്. സോ അത്തരത്തിലുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രെട്ടൻഡ് സ്പീഷീസ്. ഒന്നുമില്ല, അതായത് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസ്. മനസ്സിലായല്ലോ. സോ ഈ ത്രെട്ടൻഡ് സ്പീഷീസിനെ നമ്മുടെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ത്രെഡ്സ് അല്ലെ, നേച്ചർ ത്രെഡ്, അതായത് ഇവര് എന്ത് ചെയ്തു? ഈ ത്രെട്ടൻഡ് സ്പീഷീസിനെ 3 കാറ്റഗറി ആയിട്ട് ഇവരെന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആര്? IUCN. ഓക്കെ, IUCN എന്താണ് ഈ IUCNന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. മനസ്സിലായല്ലോ. അവര് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ കാറ്റഗറി നോക്കാം. അതായത് ഒന്നുമില്ല, ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസിനെ ഇവര് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു, ക്ലാസിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് തന്നെ വൾനറബിൾ. ഏതാണ്? വൾനറബിൾ. രണ്ടാമത് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഏതാ? എൻഡേഞ്ചേർഡ് സ്പീഷീസ്. മൂന്നാമത്തെയാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഏതാണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇത്തരത്തിൽ 3 സ്പീഷീസ് ആയിട്ടാണ് ഈ ത്രെട്ടൻഡ്, ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസിനെ ഇവര് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഹൈ റിസ്ക് ഉള്ള ഒരു കാറ്റഗറിയാണ് ഈ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. കാരണം അവര് ഈ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള സ്പീഷീസുകള് ആക്ച്വലി എങ്ങനെയാണ്? അവരുടെ എണ്ണം നിലവിൽ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 3 ജനറേഷനിലൂടെ ഈ സ്പീഷീസ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. മനസ്സിലായല്ലോ. ഒന്നില്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്പീഷീസുകള് നിലവിൽ വളരെ കമ്മിയായിരിക്കും. അതുകൂടാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 3 ജനറേഷൻ, 3 തലമുറയ്ക്കുള്ളിൽ ഇത് മുഴുവനായിട്ടും എന്താകും? ഡിസപ്പിയർ ആകും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവര് ഇല്ലാതാകുന്ന അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുന്ന സ്പീഷീസുകളെ നമ്മൾ ഏതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ഇനി അടുത്ത് നോക്കാം വൾനറബിൾ സ്പീഷീസ്. എന്താണ്? വൾനറബിൾ സ്പീഷീസ്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം. ഇവര് endangered unless circumstances threaten in survival and reproduction improve. അതായത് ഇവരും ഏകദേശം എന്താണ്? ഇവര് ഇംപ്രൂവ് ചെയ്യാനുള്ള ആൾക്കാരാണ്. അതൊക്കെ അതായത് മേ ബി ഇംപ്രൂവ് ചെയ്തു വന്നത്. നിലവിൽ ഇവര് ഭീഷണികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് തന്നെയാണ്. മനസ്സിലായല്ലോ. ഒന്നല്ലെങ്കിൽ ഇവര് എന്താകും? ഒന്നല്ലെങ്കിൽ ഇവര് നശിച്ചു പോകും, അല്ലെങ്കിൽ ഇവര് പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സർവൈവ് ചെയ്ത് വരും. അതായത് അവരുടെ റീപ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും? അവര് സർവൈവ് ചെയ്ത് വരും. ഇത്തരത്തിൽ നിൽക്കുന്ന സ്പീഷീസുകളെ നമ്മൾ വൾനറബിൾ സ്പീഷീസിന്റെ ഇടയിലോട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. മനസ്സിലായല്ലോ. ഇനി മറ്റൊന്നാണ് നമുക്ക് നോക്കാം എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഏതാണ്? എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായല്ലോ. ആ അനിമൽസിന്റെ സർവൈവൽ, അവർ സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതാണ്. കാരണം ഇവര് സർവൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്പീഷീസിന്റെ എണ്ണം കുറഞ്ഞു വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റിലാണ് അവര് ഈ സ്പീഷീസ് ജീവിച്ചിരുന്നത് അല്ലെ. അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു എൻവയോൺമെന്റിൽ അവർ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ ഈ സ്പീഷീസുകൾക്ക് ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള
അന്തരീക്ഷത്തിലാണ് ഇവർക്ക് ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സർവൈവിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സ്പീഷീസ് ആണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്ത് വരുന്നത്. ഇവരുടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ, എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അതായത് ജയന്റ് പാൻഡ, അതുപോലെ തന്നെ ടൈഗർ, വൂപ്പിംഗ് ക്രേൻ, ബ്ലൂ വെയിൽ, അതേപോലെ തന്നെ ഏഷ്യൻ എലിഫന്റ്, സീ ഓട്ടർ, സ്നോ ലെപ്പേർഡ്, ഗൊറില്ല, ഇവരൊക്കെയാണ് നമ്മുടെ എൻഡേഞ്ചേർഡ് സ്പീഷീസില് നിലവിലുള്ള കുറച്ച് ആൾക്കാർ. മനസ്സിലായല്ലോ? അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, നിലവിൽ ഇവരുടെ എണ്ണം കുറയണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ അവരുടെ എണ്ണം കുറഞ്ഞത്. എന്നാൽ തുടർന്നും ഇത്തരത്തിലുള്ള അന്തരീക്ഷമാണ് അവർക്കുള്ളതെങ്കിൽ അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരനെയാണ് ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഏഷ്യൻ എലിഫാന്റും സീ ഓട്ടറും അതുപോലെ തന്നെ ലെപ്പേർഡ് അല്ലെ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ടൈഗർ, വൂപ്പിംഗ് ക്രേൻ, ബ്ലൂ വെയിൽ ഒക്കെ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ പെട്ടു. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രെട്ടൻഡ് സ്പീഷീസ് നമ്മൾ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് അവര് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരാണ് ക്ലാസിഫൈ ചെയ്തത്? IUCN ആട്ടോ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അവര് 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അത് കഴിഞ്ഞാൽ വൾനറബിൾ സ്പീഷീസ്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ. ഇനി നമുക്ക് നോക്കാം, ഇനി മറ്റൊരു ടോപ്പിക്കിലോട്ട് കടക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതാണ്. നിങ്ങളുടെ കാറ്റഗറി ഇതിന്റെ എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക തന്നെ വേണം. ഓക്കെ, മറ്റൊന്ന് നമുക്ക് നോക്കാം. ദി റെഡ് ഡാറ്റ ബുക്ക് എന്താണ്? ഈ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. മനസ്സിലായല്ലോ? അതായത് എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ എന്തിന്റെ റെക്കോർഡ്സ് ആണ് ഉണ്ടാവുക? എൻഡേഞ്ചേർഡ് സ്പീഷീസും, അതായത് എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ളവയും അതേപോലെ തന്നെ സ്പീഷീസ് ഓഫ് പ്ലാന്റ്, അതായത് റെയർ സ്പീഷീസ് ഓഫ് പ്ലാന്റ് അല്ലെ, ഭയങ്കര റെയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ചെടികളുടെ സ്പീഷീസുകളെ കുറിച്ചും അതേപോലെ തന്നെ റെയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന അനിമൽ സ്പീഷീസിനെ കുറിച്ചും ഫംഗി സ്പീഷീസിനെ കുറിച്ചും എല്ലാം തന്നെ ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ, ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ റെക്കോർഡ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? ദി റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ റെഡ് ഡാറ്റ ബുക്കിലുള്ളത് എൻഡേഞ്ചേർഡ് സ്പീഷീസും എൻഡേഞ്ചേർഡ് ആയതും കൂടാതെ ഭയങ്കര റെയർ ആയിട്ടുമുള്ള പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഫംഗിന്റെയും എല്ലാത്തിന്റെയും റെക്കോർഡ്സ് ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ, ഒരു പർട്ടിക്കുലർ റീജിയന്റെ, ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇത് ദി റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠം തന്നെയാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇതൊരു ലൈൻ ബൈ ലൈൻ നമുക്ക് പഠിച്ചേ പറ്റൂ. അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു പാഠം തന്നെയാണ്. മെയിൻ ആയിട്ട് കുറെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിൽ ചോദിക്കാനുണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ IUCN അല്ലെ, എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെ, അതിന്റെ ഫുൾ ഫോം ഒക്കെ 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ വളരെ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് അറിയാലോ, നിങ്ങൾക്ക് അതൊന്ന് മനപ്പാടമാക്കി പഠിക്കുക IUCN ഫുൾ ഫോം ഒക്കെ. അതേപോലെ പഠിക്കേണ്ടത് എന്താണ് ഈ റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ത്രെട്ടൻഡ് സ്പീഷീസ് IUCN 3 ആയി കാറ്റഗറൈസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. സോ അത് ഒന്ന് നന്നായി ഒന്ന് വായിച്ചു വെക്കുക. അതേപോലെ തന്നെ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടല്ലോ, അതിന്റെ മേജർ കോൺസിക്വൻസസ് ഞാൻ പറഞ്ഞില്ലേ, 2 കൂട്ടർക്കും അത് ആപത്ത് തന്നെയാണെന്നുള്ളത്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ SLM കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു യൂണിറ്റിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ.